പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പ്രധാനമായിട്ടും മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ ലെബനോനിൽ വെച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ ഇറാന്റെ സൈനിക മേധാവിയായിട്ടുള്ള ഇസ്മയിൽ ഖാനി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. അപ്പോൾ ഇതുകൂടി ആകുന്ന സമയത്ത് ഒരു കാര്യം വ്യക്തമാണ്, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ ചോരപ്പുഴ ഒഴുകുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കമില്ല. ശക്തമായിട്ടുള്ള തിരിച്ചടിക്ക് വേണ്ടി ഇസ്രായേൽ സേന അത് നിരന്തരമായിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളതിൽ തർക്കമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് ഇറാൻ ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള ഒരു മിസൈൽ ആക്രമണം നടത്തിയത്. 180ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു. 90% മിസൈലുകളും ഇസ്രായേലിൽ പതിച്ചു എന്നുള്ള ഒരു അവകാശവാദം ഇറാൻ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും വ്യക്തമായിട്ട് കണ്ടതാണ്, ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള അയൺ ഡോം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ മിസൈലുകളും തകർത്തെറിഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ആ ഒരു മിസൈൽ ആക്രമണത്തെ വല്ലാത്ത രീതിയിൽ തന്നെ പ്രതിരോധിച്ച് മുന്നേറാനായിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. ലോകത്ത് ഇതുപോലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കുന്ന ഏക രാഷ്ട്രമായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പല രീതിയിൽ തന്നെ അല്ലെങ്കിൽ പല സമയങ്ങളിലായിട്ട് തന്നെ വിജയിക്കുന്ന കാഴ്ച ലോകത്തെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ട് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി മുതൽ ആരംഭിച്ച ഹമാസിന്റെ ആക്രമണത്തിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ എത്തിയിരിക്കുന്നു. ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാന്റെ ഓരോ സൈനിക തലവന്മാരും പ്രധാനപ്പെട്ട നേതാക്കന്മാരും അതോടൊപ്പം തന്നെ ഇറാൻ ഉപയോഗിക്കുന്ന ഭീകരവാദ സംഘടനകളുടെ തലവന്മാരെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇസ്രായേൽ സേന മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അറിയിക്കുന്ന ഒരു കാര്യം കൂടി ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായിരിക്കുകയാണ്. അത് പ്രധാനമായിട്ട് ഇസ്രായേൽ ഇപ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ്. കൂട്ടത്തിൽ ഇറാന്റെ എണ്ണ വ്യാപാര സംവിധാനങ്ങൾ അല്ലെങ്കിൽ എണ്ണ കിണറുകൾ ആക്രമിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഇറാനെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും ഇനി ഇസ്രായേൽ ഇറാനെ വെറുതെ അങ്ങോട്ട് മുന്നോട്ട് വിടാനുള്ള യാതൊരുവിധ താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമാൻഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സൈനിക തലവനായിട്ടുള്ള ഇസ്മയിൽ ഖാനി, അദ്ദേഹം ഇതിനു മുന്നത്തെ ജനറൽ ആയിരുന്ന അല്ലെങ്കിൽ അമേരിക്ക 2020 ജനുവരി മാസം 3-ാം തീയതി ഗുഡ്സ് കമാൻഡർ ആയിരുന്ന അല്ലെങ്കിൽ അതിന് ജനറൽ ആയിരുന്ന ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയിരുന്നു. ഈ ഖാസിം സുലൈമാനിയുടെ പിൻഗാമിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്മയിൽ ഖാനി ഇപ്പോൾ മുന്നോട്ട് വന്നിരുന്നത്. അദ്ദേഹം 2020 മുതൽക്കേ തന്നെ ഈ സൈനിക സംവിധാനത്തിന്റെ തലവനാണ്. 67 വയസ്സുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെയാണ് ഇപ്പോൾ ലെബനോന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട്, ലെബനോനിൽ ഇസ്രായേൽ സൈനികരെ നശിപ്പിക്കാൻ വേണ്ടി ഹിസ്ബുള്ളക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലെബനോനിൽ വെച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ സേന ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. ഇതോടുകൂടി തന്നെ വ്യക്തമാണ്, ഇസ്രായേലിന്റെ ചാര സംഘടനയായിട്ടുള്ള മൊസാദ് ആയിക്കോട്ടെ, മറ്റ് സംവിധാനങ്ങളായിക്കോട്ടെ, സൈനികരായിക്കോട്ടെ, അവിടുത്തെ സർക്കാരായിക്കോട്ടെ, കൃത്യവും വ്യക്തമായിട്ട് തങ്ങളുടെ ശത്രുക്കൾ എവിടെയാണോ ആ ശത്രുവിന്റെ മടയിൽ കയറിക്കൊണ്ട് അവനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് തന്നെയാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധയാണ് ഈ ഭീകരവാദ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ കൊടുക്കുന്നതെന്ന് ഈ ഖാനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഭൂഗർഭ അറയിൽ ഒളിച്ചിരുന്ന ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള ഹസൻ നസ്രള്ളിയെ കൊലപ്പെടുത്തിയ വാർത്തകൾ കൂടി പുറത്തു വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൂടി പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് വെറുതെ ഒരു ബോംബ് സ്ഫോടനത്തിലൂടെ മാത്രമല്ല, ഭൂഗർഭ അറയിലേക്ക് തുളച്ചു കയറുന്ന മിസൈലുകൾ, ആ മിസൈലുകളിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന വിഷവാതകം ശ്വസിച്ചുകൊണ്ട് നരകിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ഹിസ്ബുള്ള തലവനായിട്ടുള്ള ഹസൻ നസ്രുള്ള മരണപ്പെട്ടത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പശ്ചിമേഷ്യ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിലാണ്. ഒരേ സമയം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറു ജൂതരാഷ്ട്രം ഇറാഖിനെയും ഇറാനെയും സിറിയയെയും ലെബനോനെയും വെസ്റ്റ് ബാങ്കിനെയും യമനെയും ഇറാനെയും ഒരുപോലെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള ഒരു യുദ്ധം മുന്നോട്ട് പോകുന്നത്. എവിടെയാണോ ഭീകരവാദ ക്യാമ്പുകൾ ഉള്ളത്, ആ രാജ്യം ഏതാണോ എന്നൊന്നും നോക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലില്ല. തങ്ങൾക്ക് ഭീഷണിയാണെങ്കിൽ ആ രാഷ്ട്രത്തെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ
ഈ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്കുപരിയുള്ള മറ്റ് സ്ഥലങ്ങളിലെ ഭീകരവാദികൾ ആരും തന്നെ ഇസ്രായേലിനെതിരെ ശബ്ദിക്കാറില്ല. കാരണം ഏത് സമയത്താണ് വ്യോമാക്രമണം നടത്തി തങ്ങളുടെ ക്യാമ്പുകളോ തങ്ങളുടെ പ്രവർത്തകരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സേന മുന്നോട്ട് വരിക എന്ന് പറയാൻ സാധിക്കില്ല. അത്രത്തോളം മികച്ച അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഡെവലപ്പായിട്ടുള്ള ടെക്നിക്കലായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സൈനിക സംവിധാനമാണ് ഇസ്രായേലിനുള്ളത്. അവർ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ സംവിധാനങ്ങളെ നശിപ്പിക്കും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ISIS ആണെങ്കിലും അൽ-ഖ്വയ്ദ ആണെങ്കിലും ലഷ്കർ ഇ തോയ്ബ പോലുള്ള ഭീകരവാദികൾ ഇസ്രായേലിനെതിരെ അധികം ശബ്ദിച്ച് മുന്നോട്ട് വരാത്തത്. അത് അവിടെ ഹിസ്ബുള്ള ഉണ്ടല്ലോ, ഹമാസ് ഉണ്ടല്ലോ, അവർ നോക്കിക്കോട്ടെ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ഭയപ്പാട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് ഇവർക്കുണ്ട് എന്നുള്ളതും നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ രീതിയിലുള്ള ഒരു ഭീകരാക്രമണം കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേൽ നടത്തിയ ഭീകരവാദ കൂട്ടങ്ങളുടെ തലവന്മാർ പോലും ഇന്ന് ആ പ്രസ്ഥാനത്തെ നയിക്കാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്നില്ല. അവർക്ക് പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്ക പോലും ഇപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഇറാന്റെ എണ്ണ ഉൽപാദന മേഖലകൾ ആക്രമിക്കരുത്, അതോടൊപ്പം തന്നെ ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കരുത്. കാരണം എണ്ണ ഉൽപാദക മേഖല ആക്രമിച്ചു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ എണ്ണയുടെ വലിയ രീതിയിലുള്ള ഒരു വിലക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഈ മറ്റ് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയാലും ഈ എണ്ണ വ്യാപാര മേഖലകളിൽ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇസ്രായേലിനെ കൃത്യമായിട്ട് അറിയാം, ഇറാന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ടുള്ള ഈ എണ്ണ സംവിധാനം അത് പൂർണ്ണമായിട്ടും തകർത്തെറിഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുമെന്നുള്ളതിൽ തർക്കമില്ല. അവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇടിച്ചു നിരത്തുന്ന രീതിയിലേക്കുള്ള വ്യോമാക്രമണം തന്നെയാകും തങ്ങൾ നടത്തുക എന്നുള്ള രീതിയിലേക്കുള്ള വിഷയങ്ങളാണ് വരുന്നത്. ചെയ്യാൻ പാടില്ലാത്ത വലിയ തെറ്റാണ് ഇറാൻ ചെയ്തതെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ വിദഗ്ധന്മാരും അല്ലെങ്കിൽ സേനാ തലവന്മാരെല്ലാവരും ഒരുപോലെ ഇറാനെ ആക്രമിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ലാതെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനോടകം തന്നെ ഒരു കാര്യം ബോധ്യപ്പെടേണ്ടത്, ഇറാനെ പോലെയുള്ള ഒരു ചെറു രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലെയുള്ള ഒരു ടെക്നിക്കലായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സൈനികമായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലായിട്ടും മുന്നേറി നിൽക്കുന്ന ഒരു രാജ്യത്തെ ഈ ആക്രമിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വലിയ തരത്തിലുള്ള മണ്ടത്തരമാണെന്നുള്ള തർക്കമില്ല. അവിടെ മത ആത്മീയ പ്രഭാഷകനായിട്ടുള്ള ഖുമൈനി പറഞ്ഞിരിക്കുന്ന ഡയലോഗുകളുടെ ഒപ്പം അവിടുത്തെ സാധാരണ സൈനികരും ജനങ്ങളും ഭരണകൂടവും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ടറിയാം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഈ ഭൂമുഖത്തുണ്ടാകില്ല. ആ രീതിയിലേക്കുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നേരിടാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഇറാൻ എന്നുള്ളത് തർക്കമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇസ്രായേൽ സേനയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള ലോകത്തെ പല രാജ്യങ്ങളും ഇസ്രായേലിന് കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നത് ഇസ്രായേലിന്റെ ഭീകരവാദ വേട്ട തന്നെയാണ്. ആ വേട്ടയ്ക്ക് ഒപ്പമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ. എല്ലാ തരത്തിലും വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് ഇറാനെതിരെ ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഭീകരവാദികളെ വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രമായതിൻ്റെ പേരിൽ തന്നെയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള മുഴുവൻ പദ്ധതികളും ഒരുക്കിയിരിക്കുന്നു. ഇറാനോടൊപ്പം തന്നെ സിറിയയും ലബനും ഇറാഖും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ശത്രു രാജ്യമായിട്ടുള്ള പാലസ്തീൻ അടക്കമുള്ള രാഷ്ട്രങ്ങളും ഇതിൻ്റെ കൂടെ അവിടുത്തെ ഭീകരവാദ പ്രവർത്തനം അടക്കം ഇല്ലാതെയാകുമെന്നുള്ള തർക്കമില്ല. ഇതിന് മുഴുവൻ എന്താ പറയുക, നമ്മൾ വലിയ രീതിയിൽ വളഞ്ഞു കൂട്ടിപ്പിടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം അത് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭീകരവാദ ഗ്രൂപ്പുകളെല്ലാം ഇതോടകം തന്നെ പൂർണ്ണമായിട്ടും തകർന്നില്ലാതാകും എന്നുള്ളതിൽ തർക്കമില്ല.